ഇനി അങ്ങോട്ട് മഴക്കാലമല്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാല് മഴയായ ഒരാളും എന്റെ പച്ചക്കറി മേടിക്കുന്നില്ല. ഒരു മനുഷ്യരും പുറത്തിറങ്ങുന്നില്ലല്ലോ. ഒരു റെയിൻകോട്ട് മേടിച്ചാലോ അതാണ് ഞാൻ ആലോചിക്കണത്. ഇടിവെട്ടും മഴയും ഈ സീസൺ മൊത്തം ഇങ്ങനെയാണെന്നാണ് തോന്നണത്. എടാ ചോപ്പേ, എത്ര ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പായിരുന്നടാ. ട്രിപ്പ് പോണം, സ്കൂളിൽ പൂട്ടിയിട്ട് എവിടെയൊക്കെ പോണെന്നാടാ നമ്മള് വിചാരിച്ചത്. ഈ മഴയായ കാര്യം നമുക്ക് എവിടെയും പോവാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യോടാ ചോപ്പേ? നമ്മള് കൊമ്പന്റെ ബസ് വിളിക്കുന്നു, മൈക്കിള് മാമന്റെ ഫാമിലി, ഫ്രാങ്ക്ലിൻ ബായുടെ ഫാമിലി, ട്രെവർ മാമന്റെ ഫാമിലി, എല്ലാവരായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. ഒന്നും നടന്നില്ല ഈ മഴയത്ത്. എല്ലാ ടൂറിസ്റ്റ് സ്ഥലവും ക്ലോസ് ചെയ്തു. ടൂറിന്റെ സ്ഥലങ്ങളെല്ലാം നിർത്തിച്ചു. നീ എന്ത് പറഞ്ഞാലും ബൗന്ന് പറഞ്ഞ ഈ വിഷമം ഞാൻ ആരോട് പറയും? സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 5 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അൻസല റേച്ചൽ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അൻസല, ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്? ശാലിനി, നിലവിലിപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇന്നും നാളെയും കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ തന്നെ അതിജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് അടുത്ത 5 ദിവസം കേരളത്തിന് മുകളിൽ തന്നെ സ്ഥിതി ചെയ്യും. എടാ പിഞ്ചാനെ, മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുമഴ. ബീച്ച് ഏരിയകളിലൊക്കെ പോയിരുന്നാണ് ന്യൂസിൽ കാണുന്നത്. അതുമാത്രമല്ല, ട്രിപ്പും കാര്യങ്ങളൊക്കെ ക്യാൻസൽ. റെഡ് അലർട്ടാണ് ഇനി വരാൻ പോണത്. ഇങ്ങനെ ഇനി ഒരു 2-3 മാസം ഉണ്ടാകും. പ്രളയം, സുനാമി എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഫ്രാങ്ക്ലിൻ ഭായ്, സത്യം കേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സമയത്ത് നമുക്ക് ബീച്ചിലോട്ട് പോയാലോ? ബീച്ചിൽ പോയി നോക്കാം. അവിടെ ഉണ്ടല്ലോ തിരമാലകളൊക്കെ അടിയണ കാണണം. എടാ, ഈ ക്ലൈമറ്റിൽ ബീച്ചിന് പോണത് റിസ്ക് ആണ്. പക്ഷെ പിള്ളേർക്കൊക്കെ റിസ്ക്. നമ്മള് വലിയ ആൾക്കാരൊക്കെ കൂടുതലുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്കങ്ങും പോയാലടാ പിഞ്ചാനെ ബീച്ചിലോട്ട്. ട്രെവറിനെയും ഷിൻജാനെയും എല്ലാരെയും കൂട്ടി. എന്തായാലും നമ്മളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയി. ഇനി മഴയത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ബീച്ചിലെങ്കിലും പോവാം നമുക്ക്. ഇനിയൊന്നും പറയാനില്ല. സത്യം ഫ്രാങ്ക്ലിൻ ഭായ്, സത്യം. അല്ലടാ പിഞ്ചാനെ, ട്രെവർ അവിടെ പോയടാ. ഫ്രാങ്ക്ലിൻ ഭായ്, ട്രെവർ മാമൻ അറിയാല, നമ്മള് കൃഷി തുടങ്ങിയതിന് ശേഷം ട്രെവർ മാമൻ ഫുള്ള് കൃഷി ബിസിനസും കാര്യങ്ങളൊക്കെയാണ് നോക്കണത്. സാധനങ്ങൾ വിൽക്കുക, സാധനങ്ങൾ നടുക. കണ്ടില്ലേ, നമ്മുടെ വീടിന്റെ പുറത്ത് വെളുത്തുള്ളി കൃഷി ഉണ്ടാക്കി, അതുമാതിരി കേബേജ് കൃഷി ഉണ്ടാക്കി, അതുമാതിരി തക്കാളി കൃഷിക്കൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡാണ്. ഇത്രയും വലിയ കുമ്പട്ടിക ഫ്രാങ്ക്ലിൻ